ഓക്കെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മൈ മെന്റർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്ത കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടുള്ളൊരു ദിവസമാണിന്ന്. കാരണം സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞു. ഓവറോൾ എക്സാം കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ നമ്മുടെ നമ്മുടെ അവസാനത്തെ 2 വീഡിയോസ് യൂട്യൂബിലെ സിവിൽ എക്സൈസ് ഓഫീസറുമായി ചെയ്ത 2 PYQ സെഷനും മോഡൽ ക്വസ്റ്റ്യൻസും കണ്ട എല്ലാ കുട്ടികൾക്കും മുഴുവൻ മാർക്കും കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അത്രത്തോളം റിവ്യൂസും താങ്ക്സ് പറയാൻ വേണ്ടി വിളിക്കുന്നവരുടെ എണ്ണവും അത്രയും കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇന്ന് ചോദിച്ചതെന്നും നമ്മൾ പഠിച്ചതിനപ്പുറം ഒന്നും വന്നിട്ടില്ല എന്നും ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇനിയും ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ വീണ്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ഓക്കെ, നമുക്കറിയാം, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ 2 വീഡിയോയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളിത് കാണാനുള്ളൊരു മൂഡും ഉണ്ടാവില്ല. ഓക്കെ, ആൻസർ മാത്രം നോക്കിപ്പോവാം. ചാരായം കൈവശം വയ്ക്കുന്നത് എന്താണ്? കുറ്റകരമാണ് എന്ന് തന്നെയാണ്. ഓക്കെ, സംശയമില്ലാതെ പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനയത്? നമ്മൾ 15ാമത്തെ സെക്ഷനാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സമ്മാനമായി നൽകുന്നത് കുറ്റകരമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണെന്ന്. സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരമല്ല എന്നാണ്. കുറ്റകരമാണ്, ഇത് കുറ്റകരമാണ്, ഇത് കുറ്റകരമല്ലേ. ശരിയായ പ്രസ്താവന ചോദിച്ചു, അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത്, ഏത് മദ്യവും സമ്മാനമായി നൽകാം? ഇതും തെറ്റാണ്. സമ്മാനമായി നൽകാൻ പറ്റില്ല. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല, അത് ശരിയാണ്. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം, അത് ശരിയാണ്. അപ്പോൾ ആൻസർ 3ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. 3ഉം 4ഉം ശരി എന്നാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏത്? നമുക്കറിയാം ഡ്രൈ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രൈ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ഏതാണ്? മഹാത്മാഗാന്ധി ജയന്തി ദിനം അടച്ചിടും, ശ്രീനാരായണ ഗുരു ജയന്തി അടച്ചിടും, ശ്രീനാരായണ ഗുരു സമാധി, മഹാത്മാഗാന്ധി ചരമദിനം, എല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം ശരി ഉത്തരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്? ഇതൊക്കെ നമ്മുടെ 2 യൂട്യൂബ് ചാനലിലെ വീഡിയോസിലും അവസാനത്തെ വീഡിയോസിലും കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. ഇത് 4ഉം പഠിപ്പിച്ചത് കറക്റ്റാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ബ്ലെൻഡിങ് ആണ് അല്ലേ, കൂട്ടിച്ചേർക്കൽ. അറിയാമല്ലോ, 2 പറഞ്ഞിട്ടുള്ളതാണ് ബ്ലെൻഡിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? നിലവിലെ ലൈസൻസ് ഫീസ് ഇന്നത്തെ നമ്മളറിയാമല്ലോ കറണ്ട് നമ്മുടെ കണക്ക് പ്രകാരം എക്സൈസിൻ്റെ സൈറ്റിനകത്തുള്ള ആൻസർ പ്രകാരം ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് 50,000 രൂപയാണ് ശരി ഉത്തരം. 50,000 രൂപ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എല്ലാവർക്കും അറിയാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, മുഖ്യമന്ത്രി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ചുകൂടെ കടുപ്പിക്കണമായിരുന്നു ക്വസ്റ്റ്യൻസ്. എങ്കിലും നമ്മൾ ചെയ്ത വീഡിയോസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് മാർക്ക് കിട്ടുവാണ്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ഈസിയാക്കി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നാണ് ചോദിച്ചത്. ടോൾ ഫ്രീ നമ്പർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 14405. എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഏതാണ്? 2016 നവംബർ 20 നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ IT ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ. ഇത് 66E ബന്ധപ്പെട്ടൊരു കാര്യമാണ്. 66E ബന്ധപ്പെട്ട കാര്യമാണ്. ശിക്ഷ എത്രയാണ്? 66E 3 വർഷവും 2 ലക്ഷം രൂപയുമാണ്. ആൻസർ 3 വർഷവും 2 ലക്ഷം രൂപയുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2000 IT ആക്ട് പ്രകാരം എന്താണ്ടോ വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറൊക്കെ മോഷ്ടിക്കുന്നത് ശിക്ഷ ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചറൊക്കെ വരുന്നത്? 66C ബന്ധപ്പെട്ടാണ്. 66C ബന്ധപ്പെട്ട സെക്ഷനാണ്. ശിക്ഷ എത്രയാണ്? 3 വർഷവും 1 ലക്ഷം രൂപയുമാണ് ശരി ഉത്തരം. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 23 വയസ്സ്. 23 വയസ്സാണ് ആൻസർ. എന്താണ്? 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ENAയുടെ പൂർണ്ണരൂപം. ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാണ്, പലരും എക്സ്ട്രാ നാച്ചുറൽ എന്നൊക്കെ പറയാറുണ്ട്. ആൻസർ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ് ശരി ഉത്തരം. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ശരി ഉത്തരം ENAയുടെ ഫുൾ ഫോം. അതുപോലെ NDPS നിയമപ്രകാരം താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന എന്നാണ്, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അല്ലേ, കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 72 മണിക്കൂറാണ്. ആൻസർ 72 മണിക്കൂറാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിന്ന് എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചുള്ളതാണ്, 35 ഡിഗ്രി UP എന്ന് വരും. 35 ഡിഗ്രി UP ആണ്. നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിൽ നടത്തുന്ന ലൈസൻസ് ഏതാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? ഹോൾസെയിൽ ലൈസൻസ് FL9 ലൈസൻസ് ആണെന്നറിയാം. FL9 ലൈസൻസ്. അടുത്തേക്ക് പോകുന്നു. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ചുകൂടെ ടഫ് ആക്കണമായിരുന്നു. വളരെ സിമ്പിളായിട്ട് ചോദിച്ചു. വകുപ്പ് 4 ആണ് ആൻസർ. വകുപ്പ് 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന. ഈ ക്വസ്റ്റ്യൻ അന്ന് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് 100 യാർഡെന്ന്. ഒരുപാട് പേര് 100 മീറ്റർ അല്ലേ എന്ന് ചോദിച്ചു. 100 യാർഡ്, 100 വാര ചുറ്റളവാണ് ആൻസർ. ശരി ഉത്തരം 100 യാർഡാണ്. എടുത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ് 100 യാർഡ് എന്നറിയുക. ഇത് ഒരുപാട് പേർക്ക് മാർക്ക് നഷ്ടമാകുന്ന ഒരു പോർഷനാണ്, ഓർത്തുകൊള്ളുക. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര എന്നാണ്. എല്ലാവർക്കും അറിയാം. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആൻസർ എത്രയാണ്? 18 വയസ്സാണ് ശരി ഉത്തരം. 18 വയസ്സ്. അപ്പോൾ 20 ക്വസ്റ്റ്യനും വളരെ വളരെ പുഷ്പം പോലെ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. എല്ലാവർക്കും മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും, കാരണം എന്താ, നിങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ, ഇനി ഇതാ CPO എക്സാമും വരുന്ന യൂണിഫോം പോസ്റ്റുകളൊക്കെ വരാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആപ്പുകളൊക്കെ എടുത്ത കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ മാത്രം നമ്മളോട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തൽക്കാലം താങ്ക് യു.